إلى حضرة سيدنا وحبيبنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായി പാരായണം ചെയ്യാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ മുൽക്ക് തബാറക സൂറത്താണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. പരമാവധി ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ മുൽക്കാണ്, മഹത്വം പറയേണ്ട ആവശ്യമില്ല, നിത്യവും പാരായണം ചെയ്യേണ്ട സൂറത്തുകളാണ്, നമ്മളൊക്കെ പാരായണം ചെയ്യുന്നതുമാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സൂറത്തും കൂടിയാണ്. ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ നമുക്ക് അറിയാതെ പിഴവുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ ഓത്ത് ഒന്നുകൂടി നന്നാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല രൂപത്തിൽ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. ഒന്നാമത്തെ ആയത്ത് നമ്മൾ പ്രത്യേകം ഓതുമ്പം ശ്രദ്ധിക്കേണ്ടത് ഒന്ന് അക്ഷരശുദ്ധിയാണ്. അപ്പോൾ ആ അക്ഷരങ്ങൾ അതുപോലെ തന്നെ ഉച്ചരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ആയത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, ബിയദിഹിൽ മുൽക്ക്. ഇവിടെ ഈ ഒരു ബിയദിഹി, ഈ ഹി എന്നുള്ളത് ഇവിടെ നീട്ടാൻ പാടില്ല, നീട്ടാനുള്ള ചിഹ്നവും ഇല്ല. അവിടെ ചിഹ്നം വരാത്തതിൻ്റെ കാരണം അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരവും തൊട്ട് ശേഷമുള്ള അക്ഷരവും രണ്ടാലൊരു സ്ഥലത്ത് തൊട്ട് മുമ്പുള്ള അക്ഷരം ഏതാണ്? ദി എന്നുള്ളതാണ്. തൊട്ട് ശേഷമുള്ള അക്ഷരം ലാമാണ്, ലാമിന് സുക്കൂനാണ്. ഇവിടെ രണ്ടാലൊരു സ്ഥലത്ത് സുക്കൂന് ഇല്ല എങ്കിൽ, സുക്കൂൻ ഉണ്ടെങ്കിൽ നീട്ടുകയില്ല, ഇല്ല എങ്കിൽ നീട്ടുകയും ചെയ്യണം എന്നുള്ളതാണ് നിയമം. അപ്പോൾ ഹി എന്നതിന് ശേഷം ഹംസയാണ് വന്നതെങ്കിൽ അപ്പോൾ കൂടുതലായിട്ട് നീട്ടേണ്ടി വരും. ഇവിടെ ഹംസ ഇല്ല, ശേഷം സുക്കൂനുണ്ട്, അതുകൊണ്ട് ഹി എന്നത് നീട്ടുകയില്ല എന്നുള്ളതാണ്. ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഷൈഇൻ ഖദീർ. ഈ വഖഫ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
അവിടെ റാഇനെ തർക്കീക്കാക്കിയാണ് ഉച്ചരിക്കേണ്ടത്. ഖദീർ, ഖദീർ എന്നല്ല, ഖദീർ, ഷൈഇൻ ഖദീർ. അവിടെയോ തൻവീന് ശേഷം ഖാഫ് ഒന്ന് ഇഖ്ഫാ ചെയ്യണം. الذي خلق الموت والحياة ليبلوكم. വൽഹയാത്ത അവിടെയും ശ്രദ്ധിക്കുക, വൽഹയാത്ത എന്നുള്ളതാണ് ഓതേണ്ടത്. ഹയവാത്ത എന്ന് ഓതരുത്. വൽഹയാത്ത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഹയാത്ത, ഹയവാത്ത എന്നുള്ള സ്ഥലം വേറെയുണ്ട്, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹയവാത്ത എന്നുള്ളത് ഓതേണ്ട സ്ഥലം വേറെയുണ്ട്. ഇവിടെ ഹയാത്ത, വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അഹ്സനു ഹ ആണ്, ആ ഒരു രൂപത്തിൽ വരണം. അഹ്സനു അമല അവിടെ ഗൈനായിട്ട് ഉച്ചരിക്കാൻ സാധ്യതയുണ്ട്, അത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. തൊണ്ടയുടെ മേലേ ഭാഗത്തുനിന്ന് വരണം. ഗഫൂർ, ഇവിടെ റാഇനെ തഫ്ഖീം ചെയ്യണം. നേരത്തെ പറഞ്ഞത് ഖദീർ, ഗഫൂർ. വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, റാഇന് സുക്കൂനെ തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ള അക്ഷരമായതുകൊണ്ട് കൂടുതൽ നീട്ടണം. ഖദീർ, ഗഫൂർ. ഇവിടെ രണ്ട് സ്ഥലത്തും എന്താണ് റാഇന് തെർക്കി പിന്നെ സുക്കൂൻ ചെയ്തു, നിർത്തിയപ്പോൾ വഖഫ് ചെയ്തപ്പോൾ സുക്കൂൻ ചെയ്തു. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ളത് പിന്നെ നീട്ടാനുള്ള അക്ഷരമായതുകൊണ്ടാണ് ഗഫൂർ എന്ന് പറഞ്ഞ് നീട്ടിയത്. الذي خلق 7 سماوات طباقا. സമാവാതിൻ തിബാഖ. ഒന്ന് ത ആണ്, മറ്റൊന്ന് ത ആണ്. അപ്പോൾ അല്ലദീ അല്ലദീ ഖലഖ ഖ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഖലഖ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഓത്തിൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ പിന്നെ എല്ലാം കൂടി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കരുത്. പിന്നെ ഓരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മെല്ലെ മെല്ലെ ഇങ്ങനെ പിന്നെ ഇടക്കിടക്ക് ഓരോന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഖലഖ. അപ്പോൾ എല്ലാം കൂടി ചിലപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ പറഞ്ഞു കൊടുത്താൽ ചിലപ്പം തിരിയില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ മക്കൾക്ക് പിന്നെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഓതിപ്പിക്കുമ്പോഴൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോന്നായിട്ട് മെല്ലെ മെല്ലെ പറഞ്ഞു കൊടുക്കുകയും നമ്മൾ ഓത്തിൽ അത് കൊണ്ടുവരികയും ചെയ്യുക. നമ്മൾ ആദ്യം മനസ്സിലാക്കണം, എന്നിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ക്ലാസ് കേൾപ്പിച്ചു കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ വിശുദ്ധ ഖുർആന് നമുക്ക് നമ്മുടെ ഓത്ത് തന്നെ പിന്നെ അങ്ങനത്തെ ഒരു ഓത്താണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യരുത്, മക്കൾക്ക് പിന്നെ പറഞ്ഞു കൊടുക്കാൻ പിന്നെ ശ്രമിക്കരുത്. കാരണം നമ്മളെ തെറ്റും കൂടി കുട്ടികൾ മനസ്സിലാക്കും. ഒരു പക്ഷേ ഉസ്താദ് പിന്നെ മദ്രസയിൽ നിന്ന് മറ്റുള്ള സ്ഥലത്തു നിന്നൊക്കെ എന്ത് ചെയ്യും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് അതിന് വിരുദ്ധമായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അപ്പോൾ അത് വളരെയധികം പിന്നെ കുട്ടികൾക്ക് പിന്നെ അത് തെറ്റായിട്ട് ഓതാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. الذي خلق 7 سماوات طباقا. വഖഫ് ചെയ്യുമ്പോൾ തിബാഖ കൂടുതൽ നീട്ടരുത്, തിബാഖ എന്ന് പറഞ്ഞ് നീട്ടരുത്. മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്. മിൻ എന്നല്ല, മിൻ തഫാവുത്. അതെന്താണ്, ഇഖ്ഫായിൻ്റെ അക്ഷരമാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഫർജിഇൽ ബസർ. ഫർ റാഇനെ തഫ്ഖീമാക്കേണ്ട രൂപം എങ്ങനെ, വായ നിറച്ച് പറയുക എന്നുള്ളതാണ്. തർക്കീക്കാക്കേണ്ട സ്ഥലങ്ങളുണ്ട്, അത് നേർപ്പിച്ച് കനം കുറച്ച് പറയുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞു ഖദീർ. റാഇന് ഫത്ഹ് ആണെങ്കിൽ എപ്പോഴും തഫ്ഖീമാക്കിയാണ് ഓതേണ്ടത്. പിന്നെ ഖദീർ എന്നുള്ള സ്ഥലം അത് തർക്കീക്കാക്കിയാണ് ഓതേണ്ടത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള സ്ഥലം ബസീർ, നക്കീർ, ഖദീർ അത് നമ്മൾ പിന്നെ സൂറത്തുൽ മുൽക്കിൽ തന്നെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്
ഫർജിഇൽ ബസ്റ ഹൽ തറാ മിൻ ഫുതൂർ. ഇവിടെ മിൻ ഫുതൂർ, ഫുതൂ എന്നല്ല, ഫുതൂ ത മിൻ ഫുതൂർ. റാഇന് സുക്കൂൻ ചെയ്തു. തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷരമാണ് മദ് ആരിലാണ്. മദ് ആരിൽ എന്ന് പറഞ്ഞാൽ പുതിയ ഒരു മദ് രൂപപ്പെടും. മദ്ദിൻ്റെ ചിഹ്നം ഉണ്ടാവുകയില്ല. വഖഫ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മദ്ദാണ് മദ് ആരിൽ. വഖഫ് ചെയ്യുമ്പോൾ രണ്ട് മദ്ദാണ് വരുന്നത്. ഒന്ന് മദ് ലീനാണ്, മറ്റൊന്ന് മദ് ആരിലാണ്. ഈ രണ്ട് മദ്ദുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബാക്കിയുള്ള മദ്ദുകളൊക്കെ ചിലപ്പം ചിഹ്നം അവിടെ ഉണ്ടാകും. ഈ രണ്ട് മദ്ദിന് ചിഹ്നം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ നീട്ടിയിട്ട് ഓതണം. മിൻ ഫുതൂർ. ഇവിടെ റാഇന് തഫ്ഹീമാക്കിയാണ് ഓതേണ്ടത്. ഫുതൂർ ഏത് സ്ഥലത്താണ്? ഖദീർ എന്ന് പറഞ്ഞ ആ സ്ഥലത്താണ് തർക്കീക്കാക്കി ഓതേണ്ടത്. ഖദീർ എന്നല്ല, ഖദീർ. സുമ്മ ഷദ്ദുള്ള മീമാണ്. ഷദ്ദുള്ള മീമും ഷദ്ദുള്ള നൂനും ഇത് രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മൾ എന്ത് ചെയ്യുന്ന ഓരോന്നും എല്ലാ ഓത്തിൽ ഇങ്ങനെ കൊണ്ടുവന്ന് കൂടെ ഒന്ന് ഓതി നോക്കുക. വിശുദ്ധ ഖുർആൻ ഏത് സമയത്തും ക്ലാസ് ഇങ്ങനെ കേട്ടാൽ പോരാ, അത് ഓത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ അത് നമുക്ക് ഓത്തിൽ പിന്നീട് എപ്പോഴെങ്കിലും കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. കേട്ടുപോയതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. ഒന്നുകിൽ ഞാൻ ഓതുന്നതിൻ്റെ കൂടെ ഓതി നോക്കുക. അല്ലെങ്കിൽ ക്ലാസ് ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, എപ്പോഴെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒരു ഭാഗം അല്ലെങ്കിൽ ഈ ഭാഗം തന്നെ ഒന്ന് ഓതി നോക്കുക. അപ്പോൾ അത് മനസ്സിലാവുകയുള്ളൂ. അതിൻ്റെ അടിയിൽ ഒരു അലിഫുണ്ട്, വസിലിൻ ഹംസയാണത്. ആ വസിലിൻ ഹംസ ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരില്ല എന്നർത്ഥം. നേരെ മറിച്ച് ഇർജിഇൽ ബസ്ർ, ഇർജിഇൽ ബസ്ർ അവിടെ നിന്നാണ് ഓതുന്നതെങ്കിൽ ഈ എന്നുള്ളതാണ് ഓതേണ്ടത്. അത് ഓതാനുള്ള കാരണം എന്താണ്? അവസാനത്തെ തൊട്ട് മുമ്പുള്ള അക്ഷരം, അവസാനത്തെ അക്ഷരം ഐനാണ്. അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം ചില പദങ്ങൾ നമുക്ക് ശ്രദ്ധ അത് തിരിയില്ല. ഈ പദത്തിൽ നമുക്ക് തിരിയും, അധിക പദത്തിലും അത് നമുക്ക് തിരിയും. അവിടെ ആ എങ്ങനെയാണ് ഓതേണ്ടത്, അല്ലെങ്കിൽ ഈ എന്നാണ് ഓതേണ്ടത്, ഊ എന്നാണ് ഓതേണ്ടത്. ആ എന്ന് ഓതേണ്ട സ്ഥലം ഈ വസലിൻ്റെ ഹംസ വരുന്നിടത്തുള്ള നിയമം പറയുന്നത്. വസലിൻ്റെ ഹംസ തുടക്കത്തിൽ വന്നാൽ അവിടെ ആ എന്നാണ് ഓതേണ്ടത്, അല്ലെങ്കിൽ ഈ എന്നാണ് ഓതേണ്ടത്, അല്ലെങ്കിൽ ഊ എന്നാണ് ഓതേണ്ടത്. ആ എന്ന് ഓതേണ്ട സ്ഥലം അലിഫും ലാമും വരുന്ന സ്ഥലത്ത് മാത്രമേ ആ എന്ന് ഓതുകയുള്ളൂ. നേരത്തെ പറഞ്ഞു അല്ലദീ, മൂന്നാമത്തെ ആയത്തിൻ്റെ തുടക്കം പറഞ്ഞല്ലോ. അല്ലദീ, അല്ലദീ എന്നുള്ളിടത്ത് അലിഫാണ്, അത് കഴിഞ്ഞതിന് ശേഷം ലാമാണ്. ഇവിടെ മാത്രമേ, അവിടെ ഒരു വസലിൻ ഹംസ കണ്ടില്ലേ? വസലിൻ ഹംസ എന്ന് പറഞ്ഞാൽ ആ ഹംസക്ക് മുകളിൽ ചെറിയ ഒരു സ്വാദ് ഉണ്ടാവും. സ്വാദിൻ്റെ ഒരു മുറിച്ച ഒരു സ്വാദ് അല്ലേ, അതാണ് വസലിൻ ഹംസ. ആ ചിഹ്നമാണ് വസലിൻ ഹംസ എന്ന് പറയാം. അവിടെ അല്ലദീന്ന് എന്ന് വായിക്കാനുള്ള കാരണം എന്താണ്? അല്ലെങ്കിൽ ഈ എന്ന് വായിച്ചാൽ പോരായിരുന്നോ? അല്ലെങ്കിൽ ഊ എന്ന് വായിച്ചാൽ പോരാ, ഉല്ലദീ എന്ന് വായിച്ചാൽ പോരേനാ? എന്തുകൊണ്ടാണ് അല്ലദീ എന്ന് വായിച്ചത്? അവിടെ അലിഫും ലാമും ഉള്ള സ്ഥലത്ത് നമ്മൾ അല്ലദീ എന്നാണ് ഓതേണ്ടത്. അത് ഇനി വേറെ സ്ഥലത്താണെങ്കിലും തബാറക്കല്ലദീ ബിയദി എന്ന് പറഞ്ഞ് അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഇനി ഉൽ മുൽക്കു, ഇൽ മുൽക്കു, അൽ മുൽക്കു എന്നൊക്കെ നമുക്ക് ഓതാലോ. പക്ഷെ ആ നിയമം എന്താണ്? അലിഫും ലാമും വരുന്ന സ്ഥലത്ത് ആ എന്നാണ് വായിക്കേണ്ടത്. അൽ മുൽക്കു, അൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. മനസ്സിലാവുണ്ടല്ലോ അല്ലേ? അപ്പോൾ അലിഫും ലാമും വരുന്ന സ്ഥലത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആ എന്ന് വായിക്കുകയുള്ളൂ. അപ്പോൾ ഇനി ഈ എന്നെപ്പോഴാണ് വായിക്കല്, അല്ലെങ്കിൽ ഊ എന്ന എപ്പോഴാണ് വായിക്കല്? അപ്പോൾ ആ എന്ന് വായിക്കേണ്ടത് നമുക്ക് മനസ്സിലായി. ഇനി ഈ എന്നുള്ളത് അവസാനത്തെ തൊട്ട് മുമ്പുള്ള അക്ഷരം ഐനാണ്. ഇവിടെ ഏത് നാലാമത്തെ ആയത്ത് നോക്കി, സുമ്മർ അവസാന വരി, സുമ്മർ ജിഇ, അവിടെ ഈ എന്ന് വായിക്കാനുള്ള കാരണം എന്താണ്? അവസാനത്തെ ഐനിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം ജീമിന് കെസറാണ്. കെസറോ ഫത്ഹ വന്നാൽ അവിടെ ഈ എന്നാണ് വായിക്കേണ്ടത്. ഫത്ഹ ആയാലും കെസറായാലും ഈ എന്നാണ് വായിക്കേണ്ടത്. നേരെ മറിച്ച് അവിടെ ലൊമ്മാണെങ്കിൽ അവിടെ ഊ എന്നാണ് വായിക്കേണ്ടത്. ലൊമ്മാണെങ്കിൽ ലൊമ്മന്നെ, കെസറായാലും ഫത്ഹ ആയാലും വസിലിൻ ഹംസക്ക് കൊടുക്കേണ്ടത് ഈ എന്നാണ്. അപ്പോൾ ഇർജിഇൽ ബസ്ർ, ഇർജിഇ എന്ന് വഖഫ് ചെയ്യുകയാണെങ്കിൽ ഇനി അടുത്തത് എങ്ങനെയാണ്? അലിഫും ലാമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞു അൽ ബസ്റ കറതൈനി യൻഖലിബ്.
യൻഖലിബ്. ഇവിടെ കറത്തൈനി എന്ന് കണ്ടില്ലേ? അത് ഇൻഷാല്ലാ നമുക്ക് പിന്നെ അവിടെ വഖഫ് ചെയ്യുമ്പോൾ മദ് ലീന് വരും അല്ലേ? അത് നമുക്ക് ഇൻഷാല്ലാ പിന്നെ പറയാം. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. സുമ്മർജിഇൽ ബസ്റ കറത്തൈനി യൻഖലിബ്. ينقلب إليك البصر خاسئا وهو حسير. ഇലൈക്ക അവിടെ ഈന്ന് കാണുന്നുണ്ടാവില്ല അല്ലേ? ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്തതിന് ശരിയാക്കാം. ഇലൈക്കൽ ബസറു, ഇലൈക്കൽ ബസറു ഈന്നുണ്ട് അവിടെ, ശ്രദ്ധിക്കുക. ഇലൈക്കൽ ബസറു ഖാസിഅൻ വഹുവ ഹസീർ. ഇവിടെ വഖഫ് ചെയ്തു. ഇവിടെ വഖഫ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഒന്ന് ആലോചിച്ച് നോക്കി. ഹസീർ എന്നാണോ ഹസീരി എന്നാണോ? നമ്മൾ ഇതുവരെ ഓതിയത് എങ്ങനെയാണ് എന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലത് വഹുവ ഹസീർ. അതിന് മുമ്പ് ഖാസിഅൻ വഹുവ ഹസീർ. ഖാസിഅൻ തൻവീനാണ്. തൻവീൻ അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഖാസിഅ, അതിൻ്റെ ശേഷം വാവാണ്, നേരെ കൂട്ടി യോജിപ്പിക്കുക. ഖാസിഅൻ വഹുവ ഹസീർ. തൻവീന് ശേഷം വാവ് വന്നു. ഇദ്ഗാമും ബിഗുന്ന, ഇദ്ഗാമും ബിഗുന്നയുടെ അക്ഷരം നൂന് വാവ് മീം യാ, ഇതാണ് ഇദ്ഗാമും ബിഗുന്നയുടെ അക്ഷരം. അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. വലഖദ് നേരത്തെ പറഞ്ഞു അക്ഷരം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. വലഖദ് സയ്യന്ന അദ്ദുനിയ. ഇവിടെ എന്താണ്? സയ്യന്ന ശബ്ദുണ്ട് ഇവിടെ. ഇതുവരെ നമ്മൾ ഓതിയത് എങ്ങനെയാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. സയ്യന്ന അതിന് ശേഷം കൂട്ടി വായിക്കുക അല്ലേ? വലഖദ് സയ്യന്ന അദ്ദുനിയ. സയ്യന്ന അദ്ദുനിയ യാ എന്നുള്ളത് കാണുന്നുണ്ടാവില്ല അല്ലേ? വലഖദ് സയ്യന്ന എന്നുള്ളത് ശബ്ദമാണ്, മണിക്കണം. അതിൻ്റെ പുറമെ ഒരു നീട്ടാനുണ്ട്. ആ നീട്ടാനുള്ളത് കൂട്ടി വായിക്കുമ്പം അവിടെ വരില്ല. നേരെ മറിച്ച് വലഖദ് സയ്യന്ന വഖഫ് ചെയ്തു. വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ ആ അലിഫ് അവിടെ പോവും, ഒഴിവാകും. നേരെ കൂട്ടി യോജിപ്പിക്കുക. വലഖദ് അപ്പോഴും മണിക്കൽ ഒഴിവാക്കാൻ പാടില്ല. വലഖദ് സയ്യന്ന الدنيا بمصابيح. ദുനിയ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ പഠിച്ചത് സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം യാ വന്നാൽ ഇദ്ഗാമും ബിഗുന്നയാണ്. ഇവിടെ എന്ത് ദുനിയ എന്ന് പറഞ്ഞാൽ ഇദ്ഗാമും ബിഗുന്ന ആയിട്ടില്ലല്ലോ. ഇദ്ഗാമും ബിഗുന്ന എന്ന് പറഞ്ഞാൽ കൂട്ടി യോജിപ്പിച്ച് മണിക്കാന്നാണ്. ദുൻ എന്ന് പറയണല്ലോ, അപ്പോൾ ഇയാൾ മണിക്കലുണ്ടാവുള്ളൂ. പക്ഷേ ഈ ഒരു വാക്ക് അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഏത്? ദുനിയ. ഖിൻവാൻ എന്ന് പറഞ്ഞ് വേറൊരു സ്ഥലത്തുണ്ട്. അതുപോലെ തന്നെ 1-2 പദങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അപ്പോൾ 1-2 പദങ്ങളുണ്ട്. ആ പദങ്ങളും അല്ലാത്ത ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ഇദ്ഗാമും ബിഗുന്നയായിട്ട് തന്നെയാണ് ഓതേണ്ടത്. അതിനാണ് പറയുന്നത് വിശുദ്ധ ഖുർആൻ നമ്മൾ പിന്നെ ഉസ്താദുമാരിൽ നിന്ന് നേരിട്ട് കേട്ട് പഠിക്കേണ്ട ഒന്നാണ്. അറബി വായിക്കാൻ അറിയുന്നത് കൊണ്ട് വിശുദ്ധ ഖുർആൻ ഒരു കാരണവശാലും നമുക്ക് ഓതാൻ സാധ്യമല്ല. അപ്പോൾ ചില നിയമങ്ങൾ നിയമവിരുദ്ധമായിട്ട് വരുന്നതുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതിനാണ് വിശുദ്ധ ഖുർആൻ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ മദ്രസകളിൽ നിന്നൊക്കെ, ഏത് മദ്രസയായിക്കോട്ടെ ആ മദ്രസകളിൽ നിന്നൊക്കെ തുടക്കം മുതൽ ഒടുക്കം വരെ ഓതുന്നത് പിന്നെ ഏകദേശം 2ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പിന്നെ ഓതി തീരുമ്പോൾ തന്നെ നമ്മൾ ക്ലാസ് ഫുള്ളായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ഖത്മ് തീർക്കും. ചെറിയ ക്ലാസ്സിൽ നിന്ന് 2ാം ക്ലാസ്സിലാണെങ്കിൽ ഏകദേശം പിന്നെ അമ്മ സൂറത്ത് മുതൽ അല്ലെങ്കിൽ ഏതെങ്കിലും സൂറത്ത് മുതൽ എന്ത് ചെയ്യും അതിൻ്റെ അവസാന ഭാഗത്ത്. പിന്നെ 3ാം ക്ലാസ്സിലെത്തുമ്പോൾ എന്ത് ചെയ്യും ഏകദേശം പിന്നെ തബാറക്ക മുതലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൂറത്ത് മുതൽ റഹ്മാൻ സൂറത്ത് മുതലോ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ആ ഒരു ഭാഗം പിന്നെ അമ്മ സൂറത്ത് വരെ. ഇങ്ങനെ 5ാം ക്ലാസ് കഴിയുന്നതോടുകൂടെ അലിഫ് ലാം മീം പിന്നെ ഫാത്തിഹ മുതൽ എന്ത് ചെയ്യും ആ ബാക്കിയുള്ള ഭാഗങ്ങൾ ഓതി ആ ഒരു ഖത്മ് തീരാണ്.
പിന്നെ 6-ാം ക്ലാസ്സിൽ നിന്നും 7-ാം ക്ലാസ്സിൽ നിന്നും വീണ്ടും ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് വിശുദ്ധ ഖുർആൻ്റെ ഒരു ഭാഗം, പിന്നെ 6-ാം ക്ലാസ്സിൽ നിന്നും വിശുദ്ധ ഖുർആൻ്റെ മറ്റൊരു ഭാഗം 7-ാം ക്ലാസ്സിൽ നിന്നും, അങ്ങനെ 2 ഖത്മ് തീർക്കുന്നുണ്ട്. അപ്പോൾ ഈ പിന്നെ ചുരുങ്ങിയത് 7-ാം ക്ലാസ് വരെ പോയാൽ തന്നെ വിശുദ്ധ ഖുർആൻ ഉസ്താദുമാരിൽ നിന്ന് നേരിട്ട് കേട്ട് പഠിക്കാനുള്ള സൗകര്യമുണ്ട്. പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യും, അത് നഷ്ടപ്പെട്ടു പോകാനൊക്കെ സാധ്യതയുണ്ട്. നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മംഗലുണ്ട്, കല്യാണം ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, തക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, പിന്നെ ആ ഒരു പിന്നെ ഖത്മ് തീർക്കാനുള്ള, നേരിട്ട് കേൾക്കാനുള്ള ഒരു അവസരം നമ്മിൽ നിന്ന് നഷ്ടമാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതാണ് പിന്നെന്ത് പറഞ്ഞത്, ഒരു പക്ഷേ ഇപ്പോൾ ചെറുപ്പത്തിൽ 2-ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ 5-ാം ക്ലാസ്സിൽ നിന്ന് 7-ാം ക്ലാസ്സിൽ നിന്നൊക്കെ ഓതിയത് ചിലപ്പോൾ ഓർമ്മയിലുണ്ടാവില്ല. അപ്പോൾ അതിനാണ് ഇത്തരം ക്ലാസ്സുകളൊക്കെ വെക്കുന്നത്. പരമാവധി എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കുക, ഓത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അല്ലാഹു തആല നമ്മയും നമ്മുടെ മക്കളെയും അവൻ്റെ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇവിടെ പറഞ്ഞത് വലഖദ് സയ്യന്ന ദുനിയ എന്ന വാക്ക് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞാൽ ആ സാധാരണ നമ്മൾ പഠിച്ച നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ഓതേണ്ടത് എന്നർത്ഥം. ദുനിയ എന്ന് വെളിവാക്കിയിട്ടാണ് ഓതേണ്ടത്. ശരിക്കും ഓതേണ്ടത് ഇദ്ഗാം ബിഗുന്നയാക്കിയിട്ടാണ് എന്നർത്ഥം. ബിമസ്വാബീഹ് എന്ന് പറഞ്ഞുകൊണ്ട് വഖഫ് ചെയ്തു. വഖഫ് ചെയ്യണമെന്നില്ല, അവിടെ ചെയ്യാതെ നേരെ ഓതാണ് നല്ലത്. ഇനി അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, വഖഫ് നമ്മൾ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മളിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വഖഫിൻ്റെ സ്ഥലം എത്തിയാൽ വഖഫ് ചെയ്യാം. ഇനി അഥവാ എത്തിയിട്ടില്ലെങ്കിൽ ശ്വാസം മുട്ടിയാൽ എന്ത് ചെയ്യും, അവിടെ നിർത്തേണ്ടി വരും. അപ്പം നിർത്തലെങ്ങനെ, ആ ബിമസ്വാബീഹ എന്ന് പറഞ്ഞ് നിർത്തരുത്. അഥവാ അങ്ങനെ നിർത്തിയാൽ എന്ത് ചെയ്യുക, എടുത്തു ഓതുക. ബിമസ്വാബീഹ വജഅൽനാഹ എന്ന് പറഞ്ഞിട്ട് ഓതണം. അപ്പോൾ വഖഫ് ചെയ്യുമ്പോൾ, വഖഫ് എന്ന് പറഞ്ഞാൽ ശ്വാസം വിടാൻ വേണ്ടി നിർത്തുക എന്നുള്ളതാണ്. എവിടെയും നമുക്ക് എന്ത് ചെയ്യാം, നിർത്തണതിന് കുഴപ്പമില്ല. ഏറ്റവും നല്ലത് വഖഫുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്ന ഒരാളാണെങ്കിൽ പ്രശ്നമില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഒന്ന് ചേർത്തി ഓതുക, അതാണ് നല്ലത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. بمصابيح وجعلناها رجوما للشياطين. സില എന്നുള്ളിടത്ത് എന്ത് ചെയ്യുക, വഖഫ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, ചേർത്തി ഓതലാണ് നല്ലത്. ഏത് സ്ഥലത്ത് നമുക്ക് നിർത്തണതിന് കുഴപ്പമില്ല. ഇപ്പോൾ ഈ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ഓരോ ചിഹ്നങ്ങളൊക്കെ ഉണ്ട്. ആ ചിഹ്നങ്ങളൊക്കെ എന്താണ്, എവിടെ നിർത്താൻ പാടില്ല എന്നൊക്കെയാണ്. എവിടെ വേണമെങ്കിലും നിർത്തണതിന് കുഴപ്പമില്ല. നിർത്തിയാലും ഇനി ഒരാളെന്ത് ചെയ്തു, വിശുദ്ധ ഖുർആൻ തുടക്കം മുതൽ ഒടുക്കം വരെ എന്ത് ചെയ്തു, ഒറ്റ ശ്വാസത്തിൽ ഓതിയാലും അതിനൊന്നും ഒരു വിരുദ്ധമില്ല, ഓതണീന് തടസ്സമില്ല എന്നർത്ഥം. അപ്പോൾ ഓരോ ആയത്ത് കഴിയുമ്പോൾ അവിടേക്ക് വഖഫ് ചെയ്യലാണ് നല്ലത്. ഞാൻ പിന്നെ ഒരാൾ വഖഫ് ചെയ്യാതെ ഓതിയാലും അതിനൊന്നും കുഴപ്പമില്ല. ഉദാഹരണത്തിന് ഫാത്തിഹ ഒരാൾ ഓതുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇപ്പം എൻ്റെ ശ്വാസം നിന്നു, അപ്പോൾ അവിടെയാണ് ഞാൻ നിർത്തിയത്. അപ്പോൾ അവിടെ വഖഫ് ചെയ്തു. അപ്പോൾ അവിടെ നൂനിന് പിന്നെ സുക്കൂൻ ചെയ്തിട്ടാണ് വഖഫ് ചെയ്തത്. നേരത്തെ മാലികി യൗമിദ്ദീനി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ നുഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ഇങ്ങനെയാണ് ഓതേണ്ടത്. അപ്പോൾ അതിൻ്റെ അവസാനത്തെ അക്ഷരം എങ്ങനെയാണോ ഉള്ളത് അതുപോലെയാണ് നിർത്തേണ്ടത്. ഉദാഹരണത്തിന് വഹുവ ഹസീറുൻ വലഖദ് സയ്യന്നസ് സമാഅദ് ദുനിയ. അപ്പോൾ അവിടെ ഹസീറും, അവിടെ ഹസീർ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്, ഹസീറും. അപ്പോൾ അവിടെ പിന്നെ തെർക്കീക്ക് ഒഴിവാകും, അവിടെ തഫ്ഖീമായിട്ട് മാറും. കാരണം നേരത്തെ വഖഫ് ചെയ്തപ്പം അവിടെ സുക്കൂനായിരുന്നു, വഖഫ് ചെയ്യാതെ ഓതിയപ്പോൾ അവിടെ തൻവീൻ ലൊമ്മാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വഹുവ ഹസീറുൻ വലഖദ് സയ്യന്നസ് സമാഅദ് ദുനിയ بمصابيح وجعلناها رجوما للشياطين. എന്ന് പറയാൻ പാടില്ല, ഐനാണ്. ഐൻ എന്ന് പറഞ്ഞാൽ ഹൽക്കിൻ്റെ തൊണ്ടയുടെ മധ്യഭാഗം. തൊണ്ട എന്ന് പറഞ്ഞാൽ ഏകദേശം കുറച്ച് കുറഞ്ഞ ഭാഗമല്ലുള്ളൂ. നമ്മളെ കഴുത്ത്, ആ കഴുത്തിൻ്റെ തൊണ്ടയുടെ കുറഞ്ഞ ഭാഗമാണ്. ഏറ്റവും അടിയിൽ നിന്ന് വരേണ്ട അക്ഷരമാണ് ഹഉം അ ഇ ഉ ഹംസ. അതിന് നേരെ മുകളിൽ നിന്ന് ഹഉം ഖാഉമാണ് വരേണ്ടത്. ഹഉം ഖാഉം അതിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് പറഞ്ഞാൽ ഏറ്റവും തൊണ്ടയുടെ ഏറ്റവും ഭാഗം. നമ്മളിപ്പോൾ വായിൽ നിന്ന് ഇപ്പം എന്ത് ചെയ്തു, വായിൽ നിന്ന് വെള്ളം കുപ്പിളിച്ചാൽ എങ്ങനെ പറയാം, എന്നാണ് നല്ല പറയാം. അപ്പോൾ ആ സ്ഥലത്തു നിന്നാണ് ഐന് വരേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഏതാണ്
തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് വരേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വഅഅ്തദിനാ ലഹും അദാബസ്സഈർ. വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. നമ്മൾ ഇത്രയും കാലം ഓതി, പിന്നെ ഇത് വീണ്ടും വീണ്ടും പറയാൻ കാരണം ഇത്രയും കാലം നമ്മൾ ഓതിയത് എങ്ങനെയാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, കേൾക്കുക. അതിന് മാറ്റമാണ് എങ്കിൽ അത് മാറ്റി. ഒരാൾ ഹസീർ എന്നാണ് ഓതിയതെങ്കിൽ പ്രശ്നമില്ല. നേരെ മറിച്ചാണ് ഓതിയിട്ടുള്ളതെങ്കിൽ അത് മാറ്റം വരുത്തുക തന്നെ ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക. തർക്കീക്ക് ആക്കേണ്ട സ്ഥലമാണ്. വഅഅ്തദിനാ ലഹും അദാബസ്സഈർ. ഈ സ്ഥലം മനസ്സിലാവില്ല. സഈർ നീട്ടാനുള്ള അക്ഷരമാണ്. അതിന് മുമ്പ് കസറാണ്. ഇത് റാഇന് സുക്കൂൻ ചെയ്തു. തൊട്ട് മുമ്പ് നീട്ടാനുള്ള യാ വന്നു. നീട്ടാനുള്ള യാ വരണം. നീട്ടാനുള്ള യാഇൻ്റെ മുമ്പ് കസർ വരണം. ഇങ്ങനെയുള്ള സ്ഥലം ബസീർ, നകീർ, ഹസീർ. വലില്ലദീന കഫറൂ ബിറബ്ബിഹിം അദാബു ജഹന്നം. വഖഫ് ചെയ്തു. വഖഫ് ചെയ്യുമ്പോൾ മീമിന് പിന്നെ സുക്കൂൻ കൊടുത്തു. തൊട്ട് മുമ്പുള്ള ശബ്ദുള്ള അക്ഷരമാണ്, ശബ്ദുള്ള നൂനാണ്. മണിക്കുകയും ചെയ്യണം. ശബ്ദുള്ള അക്ഷരം എന്ന് പറഞ്ഞാൽ കട്ടി കൊടുത്താൽ മതി. നൂനും മീമും ആകുമ്പോൾ കട്ടി കൊടുക്കുന്നതിൻ്റെ പുറമെ ഒരു മണിക്കലും കൂടി വരണം. മണിക്കൽ എങ്ങനെയാണ് എന്ന് പറയാം. ജഹന്നം. ഇവിടെ ഈ ഹംസക്ക് സുക്കൂനുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. വബിഅ്സൽ മസീർ എന്നല്ല, വബിഅ്സൽ മസീർ എന്നല്ല. സാധാരണ എന്ന് പറഞ്ഞതുപോലെ അത് ആ ഒരു രൂപത്തിൽ പറയുന്നത് വബിഅ്സൽ മസീർ. ഒഴിവാക്കുകയും ചെയ്യരുത്. ആ എന്നുള്ള ഒറ്റടിക്ക് പറഞ്ഞു പോകണം. വബിഅ്സൽ മസീർ. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് സീനാണ്, മറ്റൊന്ന് സ്വാദാണ്. ഇത് രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കണം. അക്ഷരം മാറിയാൽ പിന്നെ അവിടെ പിന്നെ വളരെയധികം പിഴവാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വബിഅ്സൽ മസീർ. ഇദാ ഉൽഖൂ. അവിടെ മദ്ദുണ്ട്. മദ് മുൻഫസിലാണ്. മദ് മുത്തസിലും ഉണ്ട്, മദ് മുൻഫസിലും ഉണ്ട്. വേറെ മദ്ദുണ്ട്. നേരത്തെ പറഞ്ഞു മദ് ആരില്. ഇവിടെ മദ് മുത്തസിലും മദ് മുൻഫസിലും തിരിയാനുള്ള പെട്ടെന്ന് തിരിയും. മുത്തസിൽ എന്ന് പറഞ്ഞാൽ ചേർന്ന് വന്നത് എന്നർത്ഥം. മുൻഫസിൽ എന്ന് പറഞ്ഞാൽ വേറിട്ട് വന്നത് എന്നർത്ഥം. ഇവിടെ ഇതാ എന്ന് അവിടെ എന്താണ് മദ്ദിൻ്റെ ശേഷം അടുത്ത വാക്കിലാണ് ഹംസ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് മദ് മുൻഫസിൽ വേറിട്ട് വന്നു എന്നർത്ഥം. മദ് മുൻഫസിൽ എന്ന് പറയും. നേരത്തെ പറഞ്ഞല്ലോ അഞ്ചാമത്തെ ആയത്തിൻ്റെ തുടക്കത്തിൽ രണ്ടാമത്തെ വരി കണ്ടില്ലേ? അവിടെ ഹംസക്ക് സുക്കൂൻ ചെയ്തു. തൊട്ട് മുമ്പുള്ളത് അല്ലേ, അവിടെ മദ്ദുണ്ട്. മദ് വരാൻ കാരണം അതിന് ശേഷമുള്ള അക്ഷരം ഹംസ വന്നു. മദ്ദക്ഷരത്തിന് ശേഷം സമാ എന്ന് മദ് ഒരു അലിഫ് വന്നല്ലോ, അതാണ് മദ്ദക്ഷരം. അലിഫ്, വാവ്, യാ, ഇതാണ് മദ്ദക്ഷരം. ഈ നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഹംസ വന്നത് സമാ എന്നുള്ളിടത്ത് കണ്ടില്ലേ? ഹംസ വന്നത് അതേ വാക്കിലാണ്. സമാ എന്നുള്ള ഒറ്റ വാക്കാണ്. ആ ഒറ്റ വാക്ക് വന്നാൽ മദ് മുത്തസിൽ എന്ന് പറഞ്ഞാൽ ചേർന്ന് വന്നത് എന്നർത്ഥം. ഇവിടെ മദ് മുൻഫസിലാണ്. ഏത് ഏഴാമത്തെ ആയത്തിൽ ഇദാ ഉൽഖൂ. ഇദാ എന്ന വാക്കിൻ്റെ ഇദാ എന്ന് നീട്ടാനുള്ള മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വാക്കിലാണ് ഹംസ വന്നിട്ടുള്ളത്. മദ് മുൻഫസിലാണ്. ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ശഹീഖൻ വഹിയ തഫൂർ. പിന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ക്ലിയർ ഉണ്ട്? പിന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് ക്ലാസ് മനസ്സിലായിട്ടുണ്ടോ എന്നൊക്കെ അറിയിക്കുക. പരമാവധി എന്ത് ചെയ്യുക, ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യുക, പിന്നെ മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ സൂറത്തുൽ മുൽക്കാണ്, തബാറക സൂറത്താണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ശഹീഖൻ വഹിയ തഫൂർ. إذا ألقوا فيها سمعوا لها شهيقا وهي تفور. وهي يا. ഇത് ഒരു പക്ഷേ നമുക്ക് എന്ത് ചെയ്യും, ഓത്തിലിങ്ങനെ അറിയാതെ ചിലപ്പോൾ ഇങ്ങനെ ഓതിപ്പോരുന്നുണ്ടാവും. വേറെയുള്ള സ്ഥലത്ത് ഈ യ പ്രത്യേകം ശ്രദ്ധിക്കുകയാണത്. വഹിയ. യ ഇതിന് പുള്ളിയില്ല എന്നുള്ളതാണ്, നമുക്കറിയാവുന്നതാണ്, എങ്കിലും ശ്രദ്ധിക്കുക എന്നർത്ഥം. വഹിയ തഫൂർ. തകാദു തമയ്യസു. ഫുള്ളായിട്ട് കാണുന്നുണ്ടോ എന്നറിയില്ല. ഇൻഷാ അല്ലാഹ് അടുത്തിന് ശരിയാക്കാം.
തകാദു തമയ്യസു മിനൽ ഗൈള് തകാദു തമയ്യസു മിനൽ ഗൈലി കുല്ലമാ ഉൽഖിയ ഫീഹാ മിനൽ ഗൈള്. ഇവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ അവിടെ കൂടുതൽ നീട്ടേണ്ടതാണ്. മിനൽ ഗൈള് എന്ന് നീട്ടിയാൽ പോരാ. 2 മദ് ഉണ്ട് എന്ന് പറഞ്ഞു. മദ് മുത്തസിൽ നമുക്ക് ചിഹ്നം കാണും, മദ് മുൻഫസിൽ മദ്ദിൻ്റെ ചിഹ്നം കാണും, മദ് ലാസിമ് മദ്ദിൻ്റെ ചിഹ്നം കാണും. മദ് ആരില് മദ്ദിൻ്റെ ചിഹ്നം ഉണ്ടാവുകയില്ല, മദ് ലീനും മദ്ദിൻ്റെ ചിഹ്നം ഉണ്ടാവുകയില്ല. 5 മദ്ദുകളാണുള്ളത്. ഈ 5 മദ്ദിൽ 3 മദ്ദിൻ്റെയും ചിഹ്നങ്ങൾ അവിടെ കാണുമ്പോൾ നമുക്ക് നീട്ടാം. ഈ 2 മദ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മദ് ആരിൽ എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യുമ്പോൾ പിന്നെന്ത് ചെയ്തു, വഖഫ് ചെയ്യുമ്പോൾ സുക്കൂനും തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ള അക്ഷരമായി വരികയും ചെയ്യുക എന്നുള്ളതാണ്. തഫൂർ നീട്ടാനുള്ള അക്ഷരമാണ് വാവ്. നീട്ടാനുള്ള വാവായിരിക്കണം. വാവ് എന്നാൽ പോരാ, നീട്ടാനുള്ള വാവായിരിക്കണം, നീട്ടാനുള്ള യാ ആയിരിക്കണം, നീട്ടാനുള്ള അലിഫായിരിക്കണം. ഇങ്ങനെയുള്ള സ്ഥലത്തെ മദ് ആരിൽ വരികയുള്ളൂ. മദ് ലീൻ എന്ന് പറഞ്ഞാൽ ലീനിൻ്റെ അക്ഷരം 2 അക്ഷരമാണ്, വാവും യാവുമാണ്. മത്തക്ഷരം അലിഫ് വാ പിന്നെ യാ പിന്നെ വാവ്. അലിഫിന് ഫത്തിന് നീട്ടാൻ എന്താണ്? അലിഫാണ്. ക കാ അല്ലേ. കസറിന് നീട്ടാൻ കി കീ യാ ആണ് ഉപയോഗിക്കുക. ലൊമ്മന് നീട്ടാൻ കു കൂ വാവാണ് ഉപയോഗിക്കുക. ഇതാണ് നീട്ടാനുള്ള അക്ഷരം എന്ന് പറഞ്ഞാൽ. ഇനി പിന്നെ മദ് ലീനിൻ്റെ അക്ഷരം എന്ന് പറഞ്ഞാൽ വാവിന് സുക്കൂന് അല്ലെങ്കിൽ യാന് സുക്കൂന്. വഖഫ് ചെയ്യുന്ന അക്ഷരത്തിന് അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യുകയും തൊട്ട് മുമ്പുള്ളത് വാവോ യാओ ആ വാവിനും യാവിനും സുക്കൂൻ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ മിനൽ ഗൈള് ലാഇന് അവിടെ എന്ത് ചെയ്തു? സുക്കൂൻ ചെയ്തു. തൊട്ട് മുമ്പുള്ളത് നീട്ടാനുള്ള അക്ഷരമല്ല, യാ നീട്ടാനുള്ള അക്ഷരമല്ല. ഫത്തിന് നീട്ടാൻ എന്നാണ്, അലിഫാണ് ഉച്ചരിക്കേണ്ടത് അല്ലേ. ഇവിടെ യാന് സുക്കൂനാണ്. അപ്പോൾ ഈ യാ പിന്നെ നീട്ടാനുള്ള അക്ഷരമല്ല. അപ്പോൾ എന്താ പറഞ്ഞത്? വഖഫ് ചെയ്യുമ്പോൾ സുക്കൂന്, അതിന് തൊട്ട് മുമ്പുള്ളത് വാവോ യാഓ വരികയും ഈ രണ്ടാലൊരു അക്ഷരത്തിന് സുക്കൂൻ ആവുകയും ചെയ്താൽ അതിന് തൊട്ട് മുമ്പ് ഫത്ത് ആവുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ലൈനിൻ്റെ ഫത്ത്, തൊട്ട് ശേഷമുള്ള യാന് സുക്കൂന്, തൊട്ട് ശേഷമുള്ള ലാന് സുക്കൂൻ ചെയ്തു വഖഫ് ചെയ്തപ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് മിനൽ ഗൈള് എന്ന് പറഞ്ഞിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. മദ് ലീനാണ് എന്നർത്ഥം. അപ്പോൾ ഈ മദ് ലീന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പിന്നെ സുബഹിൻ്റെ ബാങ്കിൽ പറയല്ലോ, അസ്സലാത്തു ഖൈറും മിനൻ നൗം. നൗം എന്ന് പറഞ്ഞുകൊണ്ട് നീട്ടാനുള്ള കാരണം എന്താണ്? മീമിന് സുക്കൂൻ ചെയ്തു, തൊട്ട് മുമ്പുള്ള വാവിന് സുക്കൂനായി, അതിന് തൊട്ട് മുമ്പുള്ള നൂനിന് ഫത്തഹായി എന്നുള്ളതാണ്. അപ്പോൾ മദ് ലീന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അർത്ഥം. കുല്ലമാ ഉൽഖിയ ഫീഹാ, കുല്ലമാ ഉൽഖിയ ഫീഹാ. കുല്ലമാ എന്നുള്ളിടത്ത് എന്താണ്? അവിടെ പിന്നെ കുല്ലമാ എന്ന് മദ് മുൻഫസിലാണ്. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വാക്കിലാണ് ഹംസ വന്നിട്ട്. ഉൽഖിയ എന്നുള്ള വേറെ വാക്കാണ്. അപ്പം മദ് മുൻഫസിൽ അവിടെ വന്നു. അപ്പം അത് ശ്രദ്ധിക്കുക. കുല്ലമാ ഉൽഖിയ ഫീഹാ ഫീഹാ ഫൗജുൻ സഅലഹും. രണ്ടാമത്തെ വരി ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. റാഇന് തർക്കീക്കാക്കിയാണ് വഖഫ് ചെയ്യേണ്ടത്. ഖസനതുഹാ അവിടെ മദ്ദുണ്ട്. ആ മദ് വിട്ടുപോകാൻ പാടില്ല. മദ് വിട്ടുപോയാൽ അവിടെ പിഴവ് സംഭവിക്കും. സഅലഹും ഖസനതുഹാ അലം യഅതികും, യഅതികും എന്നല്ല, അലം യഅതികും നദീർ. ഖാലൂ ബലാ ഖദ് ജാഅനാ. ഇൻഷാ അല്ലാഹ് ഇന്ന് 10 ആയത്ത് ഓതുകയുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഖാലൂ ബലാ ഖദ് ജാഅനാ. മദ്ദക്ഷരം വന്നു, അതിന് ശേഷം ഹംസ വന്നു. അതേ വാക്കിലാണ് മദ് മുത്തസിലാണ്. മദ് മുൻഫസിലും മുത്തസിലും നമ്മൾ എന്ത് ചെയ്യുക? പ്രത്യേകം എന്ത് ചെയ്യുക? പിന്നെ അങ്ങനെ പഠിച്ചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏതും മദ് മുത്തസിലായാലും മുൻഫസിലായാലും രണ്ടും നീട്ടണം എന്നുള്ളതാണ്. പിന്നെ കുട്ടികളൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും? പരീക്ഷയിൽ എന്ത് ചെയ്യണം? മദ് മുത്തസിൽ മുൻഫസിൽ ഏതാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. മദ് മുത്തസിലാകുമ്പോൾ ഒന്നുകൂടി പരിഗണിക്കണം എന്നർത്ഥം.
അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മദ് മുത്തസിൽ എന്ന് പറഞ്ഞാൽ ഒരേ വാക്കിൽ വന്നാൽ മദ് മുത്തസിലാണ്. അടുത്ത വാക്കിൽ വന്നാൽ ഇപ്പോൾ നീട്ടാനുള്ള അക്ഷരത്തിൻ്റെ ശേഷം അടുത്ത വാക്കിലാണ് ഹംസ വന്നതെങ്കിൽ അതിനാണ് മദ് മുൻഫസിൽ എന്ന് പറയാം. قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء. ഇവിടെ മദ് നേരത്തെ പറഞ്ഞ മദ് ലീന് വന്നു. ഹംസക്ക് സുക്കൂന് തൊട്ട് മുമ്പുള്ള യാന് സുക്കൂന് വന്നു, അതിൻ്റെ തൊട്ട് മുമ്പുള്ളത് ഫത്ഹ് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മദ് പിന്നെ ലീന് വരുന്നതാണ്. മാ നസ്സലല്ലാഹു മിൻ ശൈഇൻ. അവിടെ വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ ആ മദ് ലീന് വരൂല. വഖഫ് ചെയ്യുമ്പോഴേ ഈ പിന്നെ രണ്ടും മദ്ദുകളും വരികയുള്ളൂ. മദ് ആരിലായാലും മദ് ലീനായാലും ഈ രണ്ട് വഖഫ് ചെയ്യുമ്പോഴേ വരികയുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മാ നസ്സലല്ലാഹു മിൻ ശൈഇൻ ഇൻ അൻതും. ഷെയ്ഇൻ എന്ന് തൻവീന് ശേഷം ഹംസയാണ് വന്നിട്ടുള്ളത്. അപ്പം എന്ത് ചെയ്യണം? മദ് അവിടെ എന്താണ് തൻവീന് ശേഷം ഹംസ വന്നാൽ ഇൽഹാർ ചെയ്യണം. ഇൽഹാർ എന്ന് പറഞ്ഞാൽ വെളിവാക്കുക എന്നർത്ഥം. ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇൽഹാർ എന്ന് പറഞ്ഞാൽ വെളിവാക്കണം. വെളിവാക്കേണ്ട അക്ഷരങ്ങൾ തൻവീനിൻ്റെയോ സുക്കൂനുള്ള നൂനിൻ്റെയോ ശേഷം 6 അക്ഷരങ്ങൾ വന്നാൽ ഹംസ ഹ, തൊണ്ടയുടെ അക്ഷരം ഹൽക്കിൻ്റെ അക്ഷരം എന്ന് പറയും അല്ലേ? നേരത്തെ പറഞ്ഞല്ലോ തൊണ്ടയുടെ അക്ഷരങ്ങൾ ഏതൊക്കെയാന്ന് പറഞ്ഞല്ലോ. ഹംസ, ഹ, ഹ, ഖ, ഐന്, ഗൈന്, ഇതാണ് തൊണ്ടയുടെ അക്ഷരങ്ങൾ. ഈ അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ ഇവിടെ എന്താണ്? ഷൈഇൻ എന്നതിന് ശേഷം ഹംസയാണ് വന്നിട്ടുള്ളത്. ഷൈഇൻ എന്നുള്ളത് ഹംസയാണ്, അത് നോക്കേണ്ട, തൻവീനാണ്. ആ തൻവീന് ശേഷം ഹംസയാണ്. ഇ എന്നുള്ളതാണ് വന്നിട്ട്. ഇ എന്നുള്ളത് എന്താണ്? ഹംസയാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ഇൽഹാർ ചെയ്യണം. ഷൈഇൻ ഇൻ അൻതും. ഇൻ ഷൈഇൻ എന്നുള്ളിടത്ത് തൻവീനാണ്. ഇൻ എന്നുള്ളിടത്ത് സുക്കൂനുള്ള നൂനാണ്. നൂൻ്റെ ശേഷവും വന്നത് എന്താണ്? അൻതും. ഇൻ അ, അവിടെയും എന്ത് ചെയ്യണം? ഇൽഹാർ ചെയ്യണം. അപ്പോൾ ഈ 2 സ്ഥലത്തും ഇൽഹാർ ചെയ്യണം, വെളിവാക്കണം. ഇൻ ഷൈഇൻ ഇൻ അൻതും. അൻതും എന്നുള്ളിടത്ത് ഇഖ്ഫാണ് ചെയ്യേണ്ടത്. സുക്കൂനുള്ള നൂൻ്റെ ശേഷം താ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ നിയമങ്ങൾക്ക് എന്ത് ചെയ്യുക? ഒന്ന് അവിടെ എഴുതി വെക്കുക. ഏത് ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെ അത് പറഞ്ഞു, അതവിടെ എഴുതി വെക്കുക. പിന്നെ ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യുക? ഓരോന്നോരോന്നായിട്ട് പറയാം. അപ്പോൾ പറയുന്ന കൂട്ടത്തിൽ എന്ത് ചെയ്യും? ഇൽഹാറിൻ്റെ അക്ഷരം അവിടെ എഴുതി വെക്കുക. അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ക്ലാസ് ഇങ്ങനെ സ്ഥിരമായിട്ട് കേട്ടാൽ ആ പ്രശ്നം തീരും. അപ്പോൾ അത് എന്ത് ചെയ്യും? പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരും. ഷൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. നേരത്തെ പറഞ്ഞു 10 ആയത്ത് ഓതുള്ളൂ, 9 ആയത്തായി. ഇൻ അൻതും അവിടെ ഇഖ്ഫാണ് ചെയ്യേണ്ടത്. ഇൽഹാറിൻ്റെ അക്ഷരം പറഞ്ഞു ഹംസ, ഹ, ഹ, ഖ, ഐന്, ഗൈന്. ഈ അക്ഷരം വന്നാൽ തൻവീനിൻ്റെയോ സുക്കൂനുള്ള നൂനിൻ്റെയോ അല്ലെങ്കിൽ തൻവീനിൻ്റെയോ ശേഷം ഈ 6 അക്ഷരങ്ങൾ വന്നാൽ ആ സ്ഥലത്ത് ഇൽഹാർ ചെയ്യണം. ഇൽഹാർ എന്ന് പറഞ്ഞാൽ വെളിവാക്കി ഉച്ചരിക്കണം. വെളിവാക്കൽ എങ്ങനെ എന്ന് പറഞ്ഞു? നൂനിനെ വ്യക്തമാക്കി ഉച്ചരിക്കുക എന്നർത്ഥം. ഷൈഇൻ ഇൻ അൻതും. അൻതും എന്നുള്ള ഇഖ്ഫാണ്. ഇഖ്ഫാൻ്റെ അക്ഷരങ്ങൾ 15 അക്ഷരമാണ്. അപ്പോൾ ബാക്കിയുള്ള അക്ഷരങ്ങൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഇഖ്ഫാൻ്റെ അക്ഷരം പഠിക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള ഏത് അക്ഷരം വന്നാലും ഇഖ്ഫ ആയിട്ടാണ് വരിക. ഇല്ലാ ഫീ ളലാലിൻ കബീർ. അവിടെ റാഇന് പിന്നെ അവിടെ കബീർ തർക്കീക്കാക്കിയാണ് ഉച്ചരിക്കേണ്ടത്, ലഘുവാക്കിയാണ് ഉച്ചരിക്കേണ്ടത്, നേർപ്പിച്ച് കനം കുറച്ചിട്ടാണ് ഉച്ചരിക്കേണ്ടത് എന്നർത്ഥം. അതിൻ്റെ മുമ്പ് ഫീ ളലാലിൻ കബീർ. തൻവീന് ശേഷം കാഫ് വന്നിട്ടുണ്ട്. തൻവീന് ശേഷം കാഫ് വന്നാൽ എന്ത് ചെയ്യണം? ഇഖ്ഫ ചെയ്യണം. ഫീ ളലാൽ. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ മറച്ച് പണിക്കുക. നമ്മുടെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു. ലിൻ എന്ന് പറയുമ്പോൾ ലിൻ എന്ന് പറയുമ്പോൾ ലിൻ എന്ന് പറയുമ്പം നാവിൻ്റെ തലഭാഗം മേലേ ഭാഗത്ത് തട്ടുന്നു. ഇതാണ് ഇൽഹാർ. ഇപ്പോഴാണ് വെളിവായത്. ലിൻ. വെളിവാക്കേണ്ട അക്ഷരമല്ല കാഫ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇഖ്ഫ ചെയ്യണം. അതിൻ്റെ നേരെ പിന്നെ നാവിൻ്റെ അൻ എന്ന് പറഞ്ഞു നോക്കി. അൻ എന്ന് പറയുമ്പോൾ നാവിൻ്റെ തലഭാഗം മേലേ ഭാഗത്ത് ആ വായയുടെ മേലേ ഭാഗത്ത് തട്ടും. അൻ
അവിടെ പറഞ്ഞു നിർത്തി നോക്കി. അൻ അവ തട്ടുന്നുണ്ട്. ഇതാണ് ഇൽഹാർ എന്ന് പറഞ്ഞാൽ. ഇൽഹാർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇഖ്ഫ നേരെ പിന്നെ അതിൻ്റെ തട്ടാത്ത അതിൻ്റെ അടുത്ത് പോയി നിൽക്കുന്ന ഒരവസ്ഥ. അപ്പം ഇങ്ങനെ ലലാലിൻ എന്ന് പറയാതെ ലലാലിൻ കബീർ ഒന്ന് പറഞ്ഞു നോക്കി. ലലാലിൻ ഫീ ലലാലിൻ കബീർ. وقالوا لو كنا نسمع أو نعقل ما كنا وقالوا لو كنا شد الله نونه لو كنا نسمع أو نعقل ما كنا أو نعقل എന്നായി പോകാൻ പാടില്ല. സ്മൂത്തായിട്ട് പറഞ്ഞു, അതിന് സ്മൂത്തായിട്ട് പറയുക എന്നുള്ളതാണ്. كنا نسمع أو نعقل ما كنا في അവിടെ മണിക്കണം. അതിൻ്റെ പുറമെ ഒരു അലിഫ് നീട്ടുക. കൂടുതൽ നീട്ടാൻ പാടില്ല, മദ്ദില്ല. ما كنا في أصحاب السعير في أصحاب السعير. ഫീ എന്നുള്ളിടത്ത് എന്താണ്? മദ്ദക്ഷരത്തിന് ശേഷം ഹംസ അടുത്ത വാക്കിലാണ്, മദ് മുൻഫസിലാണ്. അപ്പം ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ ഇനിയും പറയും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഓത്തിൽ ഇങ്ങനെ എന്ത് ചെയ്യുക, ഓരോന്നായിട്ട് ഓരോ ഭാഗങ്ങളായിട്ട് നമുക്കിങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനും വളരെ സിമ്പിളായിരിക്കും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരമാവധി എന്ത് ചെയ്യുക, ക്ലാസ് മനസ്സിലാകുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പിന്നെ തിരിയുമെങ്കിൽ എന്ത് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മളെ ചാനലിൽ ഇഷ്ടംപോലെ ഉണ്ടാവും. പിന്നെ ഞാനും കേൾക്കുന്ന ആരെങ്കിലൊക്കെ പിന്നെ ബാക്കി ക്ലാസ് കേൾക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ സബ്സ്ക്രൈബൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഓണാക്കി വെക്കുക. പിന്നെ പരമാവധി ലൈക്ക് അടിക്കുക. അപ്പോൾ വീണ്ടും കേൾക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ആ ലൈക്കിൻ്റെ കോളത്തിലൊന്ന് പോയി നോക്കിയാൽ നമ്മുടെ ഈ വീഡിയോസൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് കേൾക്കുക, പരമാവധി ആളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. കാരണം വിശുദ്ധ ഖുർആനാണ് അതിൻ്റെയൊക്കെ ഒരു ഗുണം. എന്നെ സംബന്ധിച്ച് എനിക്കായാലും പിന്നെ ക്ലാസ് എടുക്കുന്ന പിന്നെ കേൾക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കായാലും ഞാൻ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനായാലും അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനും അവർക്കൊക്കെ അതിൻ്റെ ഒരു ഫലം കിട്ടുകയാണെങ്കിൽ അപ്പോൾ അതിനൊക്കെ ഒരു ഗുണം നമുക്ക് എല്ലാവർക്കും കിട്ടും. അല്ലാഹു തആല ഇരു ലോകത്തേക്കും ഉപകരിക്കുന്ന മുതൽക്കൂട്ടാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനെ വളരെ മനോഹരമായിട്ട്, വിശുദ്ധ ഖുർആൻ ഏത് ശൈലിയില്ലാത്ത ഒരാൾക്കും വളരെ മനോഹരമായിട്ട് പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കും. അത് ശബ്ദത്തിൻ്റെ കുഴപ്പമൊന്നുമില്ല. ശബ്ദമില്ലെങ്കിലും പിന്നെ ആ ഒരു നിയമം അനുസരിച്ച് ഓതുകയാണെങ്കിൽ അതിങ്ങനെ ആരും ഒന്ന് കേട്ടുപോകും. അതിനനുസരിച്ച് ആ രൂപത്തിൽ ഓതാൻ നമ്മളൊക്കെ തയ്യാറാകണം. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നമുക്കും നമ്മുടെ മക്കൾക്കും അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒക്കെ ഹഖ് ജഹ് ബറക്കത്ത് കൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും മുത്തുനബിയോടൊക്കെ സ്വർഗീയ ആരാമത്തിലൊക്കെ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ നന്നാക്കിയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ അല്ലാഹു തആല ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസും മരണപ്പെട്ടവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ട കുടുംബക്കാർ, അയൽവാസികൾ, കൂട്ടുകാർ, സഹപ്രവർത്തകർ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് ഖബറാനന്തര ജീവിതം അല്ലാഹു തആല റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു തആല മാറ്റി സന്തോഷത്തോടു കൂടെ ഇരു ലോകത്തും ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഇബാദത്തുകളിൽ, നമ്മുടെ ആരോഗ്യത്തിൽ അല്ലാഹു തആല എല്ലാ നിലക്കുള്ള ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിലും കുടുംബജീവിതത്തിലും മക്കളിലും വീടുകളിലും നമ്മുടെ എല്ലാ മേഖലകളിലും ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും ഐശ്വര്യവും അഭിവൃദ്ധിയും അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു തആല സലാമത്താക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം ഖൈറാവുന്നതിന് മുമ്പ് പരിപൂർണമായ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയൊക്കെ നിർവഹിക്കാനുള്ള തൗഫീഖും ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് അവിടുത്തെ സിയാറത്തൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം ഖൈറാകുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനിലായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊരിച്ചുകൊണ്ട് മരണപ്പെടാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം എന്ന വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.